പ്രിയമുള്ളവരെ, മുത്തുമണീസുകളെ, ദുരന്ത നിവാരണ പരിശീലന ക്ലാസ്സുമായി നമ്മുടെ പുന്നക്കാട് സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസിൻ്റെയും സഹകരണത്തോടെയാണ് പുന്നക്കാട് GLP സ്കൂൾ പരിപാടി സംഘടിപ്പിച്ചത്. കേരള സിവിൽ ഡിഫൻസ് ഡിവിഷണൽ വാർഡൻ അനൂപ്, ഡെപ്യൂട്ടി വാർഡന്മാരായ അൻവർ ശാന്തപുരം, അൻവർ മണ്ണാർമല എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത്. സ്പർശം പ്രസിഡന്റ് AT അൻവർ അധ്യക്ഷതനായ ചടങ്ങിൽ സെക്രട്ടറി CT ഖമറുസമാൻ, ട്രഷറർ ഷാജി കോടൽ തുടങ്ങിയവരൊക്കെ സംബന്ധിച്ചു. നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സംയുക്തമായി തന്നെ നമ്മൾ നടത്തിയ ഒരു നീന്തൽ പരിശീലന ക്ലാസ് നമ്മളെ കുട്ടികൾക്കൊക്കെ തന്നെ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ, നല്ല രീതിയിൽ നമ്മളെ വൻ വിജയമായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി തന്നെ അന്ന് അവർ പറഞ്ഞിരുന്നു, നമുക്ക് ഇനി ഏത് പ്രോഗ്രാം വേണമെങ്കിലും അറിയിച്ചാൽ അവരുടെ സഹകരണം ഉണ്ടാവും. നിങ്ങൾ ഡേറ്റ് പറഞ്ഞാൽ മതി, ഞങ്ങളവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള നമുക്ക് സമൂഹത്തിന് അതുപോലെ നമ്മുടെ നാട്ടുകാർക്ക് ആവശ്യമുള്ള എന്ത് പ്രോഗ്രാമും നടത്തിത്തരാം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യത്തിൽ ആവശ്യമായ, നമുക്ക് അറിയാത്തതുമായ കുറച്ച് കാര്യങ്ങൾ ഈ അപകട മേഖലയിലും ഏകദേശം 15 ദിവസമായി നമ്മൾ വയനാട് ദുരന്തം സംഭവിച്ചിട്ട്. അന്ന് ഉച്ചയോടുകൂടി അവിടെ എത്തിയ ടീമിൽപ്പെട്ട 3 ആളുകളാണ് നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. വളരെ നിങ്ങൾക്ക് പത്രങ്ങളിൽ കണ്ടു, ചില ആളുകൾ നേരിട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ദുരന്തം പോലെയാണ് അത് കാണുന്നത്. ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടു പോയി. അവരുടെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഫയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അതിൻ്റെ കഴിഞ്ഞ 5 വർഷം മുമ്പ് എടുത്തൊരു തീരുമാനപ്രകാരമാണ് നാട്ടിൽ അപകടങ്ങളും ദുരന്തങ്ങളും ഏറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് കീഴിൽ തന്നെ ഒരു സേന എന്നുള്ള രീതിയിൽ സിവിൽ ഡിഫൻസിനെ സജ്ജീകരിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ആകെ 8 ഫയർ സ്റ്റേഷനുകളാണുള്ളത്. അതിൽ ചില സ്റ്റേഷനുകൾ ചെറിയ സ്റ്റേഷൻ